ഊരാലുങ്കലിനെ വീണ്ടും വഴിവിട്ട സഹായമായി സംസ്ഥാന സർക്കാർ 19 കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട പദ്ധതി ഊരാലുങ്കലിന് നൽകിയത് 29 കോടിക്ക്. കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കിയാണ് ഈ തിരിമറി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ പദ്ധതി തിരുവനന്തപുരം വർക്കലയിലെ 8 പാതയോരം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി. ഇതിനാണ് ഈ കോടികളുടെ കരാർ ഊരാലുങ്കലിന് സർക്കാർ കൈമാറിയത്. ജനം ബ്രേക്ക് ചെയ്യുകയാണ് ഈ വാർത്ത. വിശദാംശങ്ങൾ നൽകാനായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ കരാറുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ തീരദേശ പാതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 8 കിലോമീറ്റർ ദൂരത്തിലുള്ള പാത മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനാദ്യമായിട്ട് കിഫ്ബിയുടെ സഹായത്തോടു കൂടി ക്യൂൽ എന്ന സർക്കാർ ധനകാര്യ സ്ഥാപനമാണ് ഇതിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ഈ പ്രവൃത്തിയുടെ നടത്തിപ്പായിട്ട് ആദ്യഘട്ടത്തിലെത്തുന്നത്. പക്ഷേ ക്യൂലിന്റെ തന്നെ മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ കരാർ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി കോൺട്രാക്ട് സർവീസ് സൊസൈറ്റിക്ക് കൊടുക്കുകയായിരുന്നു. തുടർന്ന് ആദ്യ കരാറിൽ 19 കോടി രൂപയാണ് ഈ പദ്ധതിക്കായിട്ട് ആദ്യം എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. പിന്നീട് ഊരാളുങ്കലിന്റെ നിർദ്ദേശപ്രകാരം, അതായത് ഈ പ്രദേശം എന്ന് പറയുന്നത് കനാലിനോട് ചേർന്ന് കിടക്കുന്ന പാതയോരമാണ്. ഇത് കുത്തനെ ഉള്ള ഒരു ചരിവോടുകൂടിയ പ്രദേശമാണ്. ഇവിടെ തൊഴിലാളികൾ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. തൊഴിലാളികളുടെ സുരക്ഷിതത്വം, അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ റിസ്ക് അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യാനുള്ള റിസ്ക്, ഇവയൊക്കെ മുന്നിൽ കണ്ട് ഈ 19 കോടി രൂപ തികയാതെ വരുമെന്ന് ഊരാളുങ്കൽ സർക്കാരിനെ അറിയിക്കുന്നു. അത് വ്യക്തമായി തന്നെ ആ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് സർക്കാർ ഈ പദ്ധതിയുടെ അധിക തുകയായിട്ടുള്ള 24 കോടി രൂപയ്ക്ക് പദ്ധതി എസ്റ്റിമേറ്റ് ആകുമെന്ന ഊരാളുങ്കലുടെ നിർദ്ദേശപ്രകാരം 24 കോടി രൂപ അനുവദിക്കുന്നു. അതിനുശേഷം വീണ്ടും നിർദ്ദേശങ്ങൾ വരുന്നു. പിന്നീട് 26 കോടി രൂപയ്ക്ക് പദ്ധതി വീണ്ടും കൊട്ടേഷൻ വിളിക്കുന്നു. അതിനുശേഷം GST ഉൾപ്പെടെ 29 കോടി രൂപയ്ക്കാണ് ഈ പദ്ധതി ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിക്ക് കരാർ നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വർക്കല, അതായത് വർക്കല തീരദേശ പാതയിലെ പ്രധാന ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലയാണ് വർക്കല കനാൽ ഭാഗം അല്ലെങ്കിൽ വർക്കല തുരപ്പ് എന്ന് പറയുന്ന ഭാഗം. അവിടെ വെറും 8 കിലോമീറ്റർ മാത്രം മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന്, നടപ്പാതകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകത്ത് എങ്ങും ഇല്ലാത്തൊരു തുക സർക്കാർ അനുവദിച്ച് കണ്ടത്. അത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കിതിൽ അഴിമതി അല്ലെങ്കിൽ അത്തരത്തിലൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്ന വിധത്തിലാണ് മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനത്തിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഈ കരാർ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും, ഒരുപക്ഷെ ഒരു ചെറിയ ദൂരം അല്ലെങ്കിൽ 8 കിലോമീറ്റർ ദൂരം മോടി പിടിപ്പിക്കുന്നതും നടപ്പാത തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 29 കോടിയോളം രൂപയാണ് സർക്കാർ ഒരു ദാക്ഷിണ്യമില്ലാതെ സർക്കാരിന്റെ ഇഷ്ട കോൺട്രാക്ട് കമ്പനിയായിട്ടുള്ള ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം 30-ാം തീയതി രാത്രിയാണ് വയനാട് ദുരന്തം സംഭവിക്കുന്നത്. 31-ാം തീയതി ഈ തീരുമാനം വരുന്നു. 2-ാം തീയതി ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിക്ക് പണം അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരാറ് കൈമാറിക്കൊണ്ട് ഉത്തരവിറക്കുന്നു. 29 കോടി എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. കാരണം നമുക്കറിയാം, കേരളം വലിയൊരു ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഒരുപാട് തുകയുടെ അല്ലെങ്കിൽ പണത്തിന്റെ ആവശ്യമുണ്ട്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലൂടെ പിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ ധനസഹായം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ 29 കോടി രൂപ അടിയന്തരമായിട്ട് തന്നെ ഈ ചെറിയ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അടുത്ത വരുന്ന മാസങ്ങളിൽ ഉത്സവകാല ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ ഇരിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ അത്തരത്തിലുള്ള മുൻ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്. സപ്ലൈകോ, അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വെട്ടിക്കുറച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം നമുക്കറിയാം, കേരളം അത്രയും വലിയൊരു ദുരന്തത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. അതിനിടയിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഇടപാടുണ്ടായിട്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കരാർ പിടിച്ച കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ ഊരാളുങ്കൽ ലേബർ സർവീസ് കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഇത്തരത്തിൽ ഊരാലുങ്കലിനെ ഇങ്ങനെ വഴിവിട്ട സഹായമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തുന്നതെന്ന് നമുക്കറിയാം. നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു ഹർജിയിൽ വാദം കേൾക്കവേ സുപ്രീം കോടതിയുടെ വരെ ഒരു വിമർശനം ഉണ്ടായത്. അതായത് 3 ഇരട്ടി തുക കോട്ട് ചെയ്യുന്നവർക്ക് കരാർ നൽകുന്നത് കേരളത്തിൽ മാത്രമേ
കാണാൻ കഴിയൂ എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ട് അധികമായിട്ടില്ല. അത് കണ്ണൂർ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ കരാർ ഊരാളുങ്കലിന് ഇപ്രകാരം ഈ ഒരു രീതിയിൽ തന്നെ നൽകിയ വിഷയം പരിഗണിച്ചപ്പോഴാണ് കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായത്, അതും സുപ്രീം കോടതിയുടെ. ഇത് ഒരു ജനതയുടെ സാമ്പത്തികവും സാമൂഹികമായ ഉയർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ വിത്ത് പാകിയ ഒരു സൊസൈറ്റി, അതാണ് ഇപ്രകാരം അഴിമതിയുടെ കൂമ്പാരമായും ഈ വിവാദങ്ങളുടെ തുടർക്കഥയായും നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏത് പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ എടുത്താലും, ഏത് ചെറിയൊരു പ്രവർത്തനങ്ങൾ എടുത്താലും അവിടെ ഈ ULSCSന്റെ അതായത് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുടെ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഒരു ചെറിയ വില്ലേജ് റോഡ് മുതൽ അല്ലെങ്കിൽ സംസ്ഥാന പാത വരെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ചെറിയ കരാറുകളിലും ഒക്കെ ഇത്തരത്തിൽ ഊരാളുങ്കലിനെ മാത്രമാണ് സർക്കാർ പരിഗണിക്കാത്തത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഈ അല്ലെങ്കിൽ ഈ അധിക തുക കോട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നൊരു കാരണം ഈ ഉത്തരവിൽ വരെ എടുത്ത് ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 19 കോടിക്ക് കോട്ട് അല്ലെങ്കിൽ 19 കോടിക്ക് എസ്റ്റിമേറ്റ് ചെയ്ത ഒരു പ്രവൃത്തി അത് കിഫ്ബിയുടെ സഹായത്തോടെ നടത്തണമെന്ന് തന്നെ, കിഫ്ബിയുടെ സഹായത്തോടു കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തണം, അതിനുവേണ്ടി ക്യൂലിനെ ഏർപ്പെടുത്തണമെന്ന് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടും ഊരാളുങ്കലിന്റെ നിർദ്ദേശപ്രകാരം ഊരാളുങ്കൽ 3-4 നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിലോട്ട് വെക്കുന്നു. ആ നിർദ്ദേശപ്രകാരം 29 കോടിയോളം രൂപയ്ക്കാണ് ഈ ഒരു ചെറിയ പദ്ധതി ഇത്തരത്തിൽ ഊരാളുകളിന് കൊടുക്കും. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് കെട്ടാൻ പോലും 25 ലക്ഷം രൂപ കരാർ തുക എഴുതി വെക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ 8 കിലോമീറ്റർ മാത്രം വരുന്ന ഈ പാതയോരം മോടി പിടിപ്പിക്കുന്നതിനായിട്ട് ഇത്രയും രൂപ കരാർ ചെയ്തു എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ തുക, അതായത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങൾക്ക് ഉതകേണ്ട പൊതുഖജനാവിലുള്ള തുകയാണ് അല്ലെങ്കിൽ പണമാണ് ഇത്തരത്തിൽ ഈ പൊടിച്ച് കളയുന്നത് എന്ന് വേണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വർക്കല ഇത്തരത്തിലുള്ള ഈ മോടി പിടിപ്പിക്കൽ പ്രവർത്തനങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ 2 വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ചതാണ്. അതും ഈ ഊരാളുങ്കൽ സർവീസ് കോർപ്പറേറ്റ് സൊസൈറ്റി തന്നെയാണ് ഏറ്റെടുത്തത്. പക്ഷെ ആ പ്രവർത്തനങ്ങൾ പോലും എങ്ങും എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ശംഖുമുഖം തീരപ്രദേശങ്ങളൊക്കെ മോടി പിടിപ്പിക്കുന്നതും ശംഖുമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുമായിട്ടൊക്കെ കോടിക്കണക്കിന് രൂപ ഊരാളുങ്കൽ വഴി ചെലവഴിച്ചതാണ്.